സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് നഷ്ടസാധ്യത. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നഷ്ടം എന്താണ് എന്ന് മനസ്സിലാക്കി വേണം ഇൻവെസ്റ്റ് ചെയ്യാനെന്നാണ് എപ്പോഴും എല്ലാവരും നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും നമുക്ക് ഈ നഷ്ടസാധ്യതയെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ആളുകൾ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് കടന്നു വരുന്നത്. പലപ്പോഴും വലിയൊരു എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഷോർട്ട് പീരീഡിൽ തന്നെ ഒരുപാട് ലാഭം ഉണ്ടാക്കാമെന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. ഈ പോയിന്റിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ വ്യക്തികളും അവരുടെ നഷ്ടസാധ്യതയെ ആദ്യം തന്നെ കൂട്ടുന്നത്. കാരണം നമ്മൾ നമ്മുടെ തലച്ചോറിനെ ഫീഡ് ചെയ്യുന്നത് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭം പെട്ടെന്ന് നേടാമെന്ന ചിന്തയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് മറ്റ് സുരക്ഷിത നിക്ഷേപങ്ങൾ പോലെയല്ല, ഇത് പക്ക ബിസിനസ് ആണ് എന്ന പോയിന്റ് ഇവിടെ വരുന്നവർ പലപ്പോഴും ചിന്തിക്കുന്നില്ല. നമ്മൾ ആരിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഈ നാട്ടിലുള്ള കമ്പനികൾക്ക് ബിസിനസ് ചെയ്യാനായിട്ടാണ് നമ്മുടെ കാശ് സ്റ്റോക്ക് മാർക്കറ്റ് വഴി കൊടുക്കുന്നത്. അതിന് പകരമായിട്ടാണ് നമുക്ക് അവർ ഷെയർസ് തരുന്നത്. അത് ആ കമ്പനിയുടെ ഓണർഷിപ്പാണ്. ഇവിടെ ആ കമ്പനി നഷ്ടത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്ററായിട്ടുള്ള നമ്മളും നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എവിടെ ഏത് കമ്പനിയിൽ നിക്ഷേപിക്കുന്നു എന്നുള്ളതിനെ പറ്റി വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ നിക്ഷേപം നടത്താൻ പാടുള്ളൂ. ഇവിടെ പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തു കഴിയുമ്പോൾ അവിടെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് തരുന്ന ആളുകൾ, അവർ ഗൈഡ് ചെയ്യുന്ന രീതിയിലാണ് മെജോറിറ്റി ആളുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ആ ഗൈഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റിയുള്ള പ്രോപ്പർ നോളജ് ഉണ്ടോ എന്നുള്ളതിനെപ്പറ്റി ഒരിക്കലും ചെക്ക് ചെയ്യാറില്ല. നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി എന്ത് ഐഡിയ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും യൂട്യൂബോ അതുപോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കിട്ടിയ മിനിമം നോളജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഏത് ബിസിനസ് തുടങ്ങാൻ പോയി കഴിഞ്ഞാലും ആ ബിസിനസ്സിനെ പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് തുടങ്ങുകയാണെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് അവിടെയുള്ള സാധ്യത, അല്ലെങ്കിൽ ആ ഷോപ്പിന് അവിടെയുള്ള സാധ്യത എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റി മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ ബിസിനസ് സക്സസ് ആവുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഇതിനെപ്പറ്റി വ്യക്തമായി അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിലേക്കായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രധാനമായിട്ട് നിക്ഷേപം എന്ന് പറയുന്നത് ഒന്ന് ലോങ് ടൈമിലേക്കും അതുപോലെ തന്നെ ഷോർട്ട് ടൈമിലേക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലോങ് ടൈം എന്ന് പറഞ്ഞാൽ 365 ദിവസത്തിന് മുകളിലേക്കുള്ള നിക്ഷേപങ്ങളെ നമ്മൾ ലോങ് ടൈം നിക്ഷേപമെന്നും 365 ദിവസത്തിന് താഴെയുള്ളതിനെ നമ്മൾ ഷോർട്ട് ടൈം നിക്ഷേപങ്ങളെന്ന് പറയും. അതുമാത്രമല്ല, ഇവിടെ ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ട്. കമ്പനി ഷെയർസിനെ ഇന്ന് തന്നെ വാങ്ങി ഇന്നത്തെ ദിവസം തന്നെ ലാഭം എടുത്ത് വിൽക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും ആളുകൾ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ ഈ പറയുന്ന നമ്മളെ ഗൈഡ് ചെയ്യുന്ന വ്യക്തികൾ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് നിക്ഷേപിക്കും. എന്നിട്ട് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ഈ ഡേ ട്രേഡിംഗ് പലപ്പോഴും ചെയ്യിക്കാറുണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ കമ്പനി സ്റ്റോക്കുകൾ തന്നെയാണ് ഇവിടെ വാങ്ങി വെച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും നമുക്കതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ട് അറിയില്ല. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം കൊണ്ട് വാങ്ങി വിൽക്കുന്ന ഈ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് വലിയ അളവിൽ റിസ്ക് ഉള്ള ഒരു ജോലിയാണ്. കൃത്യമായിട്ട് ഇതിനെപ്പറ്റിയുള്ള അറിവില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും അത് സക്സസ് ആക്കാൻ കഴിയില്ല. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടി ഈ ഗൈഡൻസ് തരുന്ന ആളിന് ലാഭമുണ്ടെങ്കിലും നമുക്ക് ടോട്ടലി നഷ്ടത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് അവിടെ ഇൻട്രാഡേ ട്രേഡിങ്ങിനാണോ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുക. 2, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ പോകുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് 365 ദിവസത്തിന് താഴെ മാത്രമാണ് ആ സമയം കൊണ്ട് നമ്മളൊരു മിനിമം റിട്ടേൺ എടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2024 സെപ്റ്റംബറിലാണ് നിഫ്റ്റി 26,200 എന്നുള്ള ഫിഗർ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു തവണയും കൂടെ ആ ഫിഗർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2024 സെപ്റ്റംബർ മുതൽ നമ്മളിപ്പോൾ ഈ ഒരു ജൂൺ വരെയുള്ള സമയം 2026 അപ്രോക്സിമേറ്റ്ലി 2 വർഷം ആകാൻ പോവുകയാണ്. ഈ സമയത്തിനിടയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുള്ള റിട്ടേൺ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ കുറവാകുമ്പോൾ ഷോർട്ട് ടൈമിലേക്ക് നിക്ഷേപിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായ സമയത്ത് അത് കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കി നിക്ഷേപിച്ചില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം പോലും ലോങ് ടൈം ആയിട്ട് മാറും.
എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടൈം നിക്ഷേപങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് റിട്ടേൺ കിട്ടാൻ വേണ്ടി പലരും പ്രോത്സാഹിപ്പിച്ചെന്നിരിക്കും. പക്ഷേ ഈ റിട്ടേൺ കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ആ കുറഞ്ഞ സമയത്തിനകത്ത് പൈസ തിരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ ലോസ് ബുക്ക് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ബാക്കി വരുന്ന കാശ് തിരിച്ചെടുക്കുന്നത്. 3, ലോങ് ടൈം. ലോങ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് മുകളിലേക്കുള്ള നിക്ഷേപങ്ങളെയാണ് ലോങ് ടൈം എന്ന് പറയുമ്പോഴും നമ്മളൊരു നല്ല കമ്പനി സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന സമയമല്ല പ്രധാനം, നമ്മൾ ഏത് സെക്ടറിലേക്ക് നിക്ഷേപിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് AI, അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ തന്നെ ബാറ്ററി തുടങ്ങിയ സെക്ടേഴ്സ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള മേഖലയാണ്. എന്നാൽ ട്രഡീഷണൽ ആയിട്ടുള്ള സെക്ടേഴ്സിൽ കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ലോങ് ടൈമിൽ ബെനിഫിറ്റ് തരുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അബദ്ധം മാത്രമാണ്. അപ്പോൾ സെക്ടോറിയൽ വൈസ് അനാലിസിസ് നടത്തി നല്ല കമ്പനികൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതിൻ്റെ വാല്യൂ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോങ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കുക. ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അതിന് മാർക്കറ്റിൻ്റെ നിലവിലത്തെ കണ്ടീഷനല്ല, കമ്പനി ആ സെക്ടറിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത്. എന്നാൽ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിലെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താണ്, അതുപോലെ വിദേശ നിക്ഷേപർ ഇവിടെ ഉണ്ടോ, അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ലാത്ത പക്ഷം ഷോർട്ട് ടൈമിൽ നമുക്ക് ഉദ്ദേശിച്ച റിട്ടേൺ കിട്ടില്ല. 3, ഇൻട്രാഡേയിലേക്ക് നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, നിങ്ങൾക്ക് അതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു വ്യക്തി മാത്രമേ ആ മേഖലയിലേക്ക് കടന്നു വരാവൂ. അല്ലാത്ത പക്ഷം അവർക്ക് ലോസ് ആയിരിക്കും അവിടെ സംഭവിക്കുക. സോ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കൂടുതലായിട്ട് അറിവില്ല എങ്കിൽ പോലും അതിലേക്ക് എടുത്ത് ചാടിയ മനുഷ്യർക്ക് തന്നെയാണ് അവിടെ നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് സ്പെക്കുലേഷൻ, പ്രധാനമായിട്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ, അതുപോലെ തന്നെ ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ. ഇന്ത്യയിൽ വലിയ അളവിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കുന്നതിനും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ്. ഒരു വലിയ അളവിൽ തന്നെ പ്രചരണം നടക്കുന്നുണ്ട്. നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് ലാഭം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഇൻട്രാഡേയുടെ റിസ്ക് പോലെ തന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ കോംപ്ലക്സിറ്റിയും വളരെ വലുതാണ്. വളരെ കൃത്യമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്യാവൂ എന്നുള്ളത് അധികം ആരും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമല്ല. സോ ഇതൊക്കെയും പഠിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് നമ്മുടേതായ റിസ്ക് എടുത്തുകൊണ്ട് മാർക്കറ്റിനൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇവിടെ സക്സസ് ആകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മെജോറിറ്റി റീറ്റെയിൽ ട്രേഡേഴ്സ് ലൂസേഴ്സ് ആണെന്ന് സെബി പറയുന്നതിൻ്റെ ഒരു കാരണം. കൃത്യമായ പഠനം ഇന്നും നടക്കാത്തൊരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് കടന്ന ഓരോ വ്യക്തികളും ഇതിനെപ്പറ്റി ആദ്യം വ്യക്തമായി പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിവിടെ എന്താണ് സാധ്യമാകുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് എത്രത്തോളം അമൂല്യമാണ് എന്നുള്ളതിനെപ്പറ്റി തിരിച്ചറിവുണ്ടായിരിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറയുന്ന സ്പെക്കുലേഷനിൽ ചെയ്യുന്ന ആളുകൾ അവരുടെ മാസ ശമ്പളത്തിൽ നിന്നൊരു പൈസ എടുത്തിട്ടാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കൃത്യമായ പഠനമില്ലാതെ ഇവർ ഈ കാശെടുത്ത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് ട്രേഡ് ചെയ്ത് നഷ്ടം സംഭവിക്കുമ്പോൾ പിന്നെ അവർക്കതൊരു സ്വഭാവമായി മാറുകയും അതൊരു ഗ്യാംബ്ലിംഗ് തലത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. വലിയ അളവിൽ തന്നെ ഇത് റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ കുടുംബങ്ങളെ ബാധിക്കുന്നു എന്നൊരു റിപ്പോർട്ട് തന്നെ സെബി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ പഠനമില്ലാതെ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളൊരു ഗ്യാംബ്ലറിൻ്റെ ക്യാരക്ടറിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. പിന്നെ നമ്മൾ പൈസ അവിടെ ഉപയോഗിക്കുന്നത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയാണ്, ലാഭം എടുക്കാൻ വേണ്ടി അല്ല എന്നുള്ളതാണ് ഈ പറയുന്ന നഷ്ടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. സോ ഞാനിത് എത്രയും വ്യക്തമായി പറയുന്നതിൻ്റെ റീസൺ, എപ്പോഴും എല്ലാവരും തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയപ്പെട്ടു പോകുന്നൊരു കാര്യം ഇങ്ങനെയാണ്: സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും ആ നഷ്ട സാധ്യത അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം സിറ്റുവേഷൻ നമുക്ക് എഗെയിൻസ്റ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ലോസ് വരിക തന്നെ ചെയ്യും. പക്ഷേ വലിയൊരളവിൽ നമുക്ക് നഷ്ടം സംഭവിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ തന്നെയാണ്. ഇവിടെ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നതുകൊണ്ടല്ല ലാഭം കിട്ടുന്നത്. കൃത്യമായ സമയം, പ്രോപ്പർ നോളജ്, ഇത് രണ്ടുമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ലാഭം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് വളരെ ചിട്ടയായ ഒരു പ്രവർത്തനം കൂടെ രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് സാധിക്കുന്നുള്ളൂ.